കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആനന്ദകരമായ കാര്യമാണ്. അമ്മയുടെ നീണ്ട 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കുക. ഇത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു സ്ത്രീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവരുടെ പ്രസവ സമയത്തായിരിക്കും. ഈ ഭയം എല്ലാ സ്ത്രീകളിലും ഉള്ളതുകൊണ്ട് തന്നെ പലരും പ്രസവിക്കാൻ മടിക്കാറുമുണ്ട്. ഇപ്പോഴിതാ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ സ്ത്രീകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ലോകത്തിൽ തന്നെ കുട്ടികളുടെ കരുതലുകൾക്കായി നിരവധി പദ്ധതികൾ അവതരിപ്പിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. പ്രസവ സമയത്ത് സ്ത്രീകൾക്ക് നൽകുന്ന അനസ്തേഷ്യയായ എപ്പിഡ്യൂളറുകളുടെ വില കുറയ്ക്കുകയെന്ന ആശയമാണ് ജപ്പാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം എപ്പിഡ്യൂളറുകളെ കുറിച്ച് വിശദമായി പരിശോധിക്കാം. ഇതൊരു റീജിയണൽ അനസ്തേഷ്യ ആണെന്നാണ് അമേരിക്കൻ പ്രഗ്നൻസി അസോസിയേഷൻ പറയുന്നത്. ഇത് സുഷുമ്ന നാഡിയിലാണ് നൽകുന്നത്. ഈ വേദന സംഹാരി നൽകുന്നതിലൂടെ ശരീരത്തിന്റെ താഴേക്കുള്ള പകുതി ഭാഗം മരവിക്കുന്നു. ഇതോടെ പ്രസവിക്കാനായി തയ്യാറെടുക്കുന്ന അമ്മമാർക്ക് വേദനയിൽ കുറവുണ്ടാകും. ജപ്പാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ വർഷം തുടക്കം മുതൽ എപ്പിഡ്യൂളറുകളുടെ നിരക്ക് കുറയ്ക്കുക എന്നതാണ്. ഇതോടെ എപ്പിഡ്യൂറലുകളുടെ വിലയിൽ കുറവ് വരുത്തുന്ന ആദ്യ രാജ്യമായി ജപ്പാൻ മാറും. എത്രയും വേഗം തന്നെ പുതിയ മാറ്റം കൊണ്ടുവരുമെന്നാണ് അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ ആവശ്യം അടുത്ത മാസം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുമെന്നും അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തിൽ ടോക്കിയോ ഗവർണറായ യൂറിക്കോ കൊയ്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും നടത്തുകയുണ്ടായി. ഇനി എന്തിനാണ് ഇത് എന്ന് പറയാം. ചൈനയും ദക്ഷിണ കൊറിയയും പോലെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ജപ്പാനിലും നടക്കുന്നുണ്ട്. 2023 ജപ്പാനിലെ ജനസംഖ്യയിൽ നേരിയ തോതിലുള്ള കുറവുണ്ടായി. ജനന നിരക്കിലും കുറവുണ്ടായി. രാജ്യത്തിൽ 2.1% നിരക്കിൽ ജനസംഖ്യ വേണം. അതേസമയം ജപ്പാൻ ഉൾപ്പെടെയുള്ള ചില വികസിത രാജ്യങ്ങളിൽ സ്ത്രീകളിൽ എപ്പിഡ്യൂറലുകൾ നൽകി വേദനയില്ലാത്ത പ്രസവമാണ് നടത്തുന്നത്. 2022 പുറത്തുവന്ന കണക്കനുസരിച്ച് ജപ്പാനിലെ 11.6% സ്ത്രീകളും എപ്പിഡ്യൂറലുകളുടെ സഹായത്തോടെയാണ് പ്രസവിച്ചത്. ഇത് 2017 5.2% നിരക്കിലായിരുന്നു. എന്നാൽ 2020 8.6% സ്ത്രീകളാണ് എപ്പിഡ്യൂറലിന്റെ സഹായത്തോടെ പ്രസവിച്ചത്. കാരണം ടോക്കിയോ വീക്കെൻഡ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രാജ്യത്തെ ഭൂരിഭാഗം സ്ത്രീകൾക്കും എപ്പിഡ്യൂറലുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. മരുന്നിന്റെ ഭീമമായ വിലയാണ് ഇതിന് കാരണം. $635 മുതൽ $1270 വരെയാണ് നിരക്ക്. ഇത് ജപ്പാനിൽ നടക്കുന്ന ഒരു സാധാരണ പ്രസവത്തിന് ചിലവാകുന്ന തുകയേക്കാൾ വലുതാണ്. 2023 ഈ നിരക്ക് $3949 ആയി. അതേസമയം സർക്കാർ പ്രസവാനുകൂലമായി $3159 നൽകുന്നത്. ഗവർണറും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളിൽ വേദനയില്ലാത്ത പ്രസവം സാധാരണയായി നടക്കുന്നുവെന്നും അവർ പറഞ്ഞു. ഒരു വനിതാ പ്രതിനിധിയുമായി താൻ ഇക്കാര്യം സംസാരിച്ചുവെന്നും ഗവർണർ വ്യക്തമാക്കി. ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അനുഭവിച്ച വേദന വലുതായിരുന്നു. ഇനിയും അത് സഹിക്കാൻ കഴിയില്ല എന്നാണ് പല സ്ത്രീകളുടെയും അഭിപ്രായം. ഒരേ സമയത്തിൽ അമ്മയുടെ ആരോഗ്യത്തെയും അവരുടെ സാമ്പത്തിക ശേഷിയെയും സംരക്ഷിക്കേണ്ടതുണ്ട്. എപ്പിഡ്യൂറലുകളുടെ നിരക്ക് കുറയ്ക്കുന്നതിലൂടെ അമ്മമാർക്ക് ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള ഭയം മാറും. ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ മാതൃപരിചരണത്തിൽ ജപ്പാൻ ആഗോള ശ്രദ്ധയിൽ മുൻപന്തിയിൽ വരുമെന്നും യൂറിക്കോ പറയുന്നു. ചിലർ പുതിയ തീരുമാനത്തിൽ ചില വിമർശനങ്ങളും ഉയർത്തുന്നുണ്ട്. പുതിയ നീക്കത്തിലൂടെ നഗരത്തിലെ ജനസംഖ്യ വർദ്ധിച്ചാൽ എല്ലാവർക്കും ഇവിടെ തുടരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും എബിന സിറ്റിയിലെ അസംബ്ലി അംഗമായ കോക്സുക്കെ നാഖയും കൂട്ടിച്ചേർക്കുന്നുണ്ട്.